വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവി പാടിയിട്ടും ചട്ടങ്ങൾ ഇപ്പോഴും ഇരുമ്പ് ചട്ടയണിഞ്ഞു തന്നെ നിൽക്കുന്നു. ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നും ആചാരമായി തുടരണമെന്ന് ആചാരങ്ങളിൽ മുറുകെ പിടിക്കുന്നവർക്കും നിർബന്ധം. ആചാരങ്ങളുടെ പേരിൽ സ്ത്രീകളെ ആരാധനാലയങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനെതിരെ കോടതികൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കവെയാണ് ഇതാ മറ്റൊരു വിശ്വാസ പ്രശ്നം. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാർ ഇട്ടും കയറാം എന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഉത്തരവിറക്കുന്നു. ഹൈക്കോടതിയെ അറിയിക്കുന്നു. തന്ത്രിയും ഭരണസമിതിയും അറിയാത്ത ആചാരമാറ്റത്തെ ചെറുത്ത് ഒരു വിഭാഗവും. ചുരിദാർ ധരിച്ച് ക്ഷേത്രത്തിൽ ചില ഉത്തരേന്ത്യക്കാരായ വിശ്വാസികൾ കയറിയതിനാൽ പുണ്യാഹം തളിച്ച് ഇനി ശുദ്ധികലശം തന്നെ വേണ്ടിവരും. മാറ്റുവിൻ ചട്ടങ്ങളെ ആശാൻ പാടി കുമാരൻ ആശാൻ പാടി മാറ്റുവിൻ ചട്ടങ്ങളെ. ഒരുപാട് അനാചാരങ്ങൾ ആരാധനാ ആലയങ്ങളുമായി ബന്ധപ്പെട്ട് പണ്ടുകാലത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നു. നരബലി പോലും ഉണ്ടായിരുന്നു. പിന്നെ മൃഗബലിയിലേക്ക് മാറി. കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനാലയങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത്തരമൊരു മാറ്റമാണിപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിൽ കാണുന്നത്. അതിനിത്ര വലിയ പ്രതിഷേധമൊന്നും ഉയർത്തിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആശാൻ പാടി കുമാരൻ ആശാൻ പാടി പല്ലനയാറ്റോള കാറ്റേറ്റു പാടിടുന്നു പല്ലനയാറ്റോള കാറ്റേറ്റു പാടിടുന്നു. പല്ലവി കേട്ടുണരു നീതിപീഠമേ ഈ പല്ലവി കേട്ടുണരു നീതിപീഠമേ. ഇന്നലെ വരെയും എക്സിക്യൂട്ടീവ് ഓഫീസറാണെങ്കിൽ ജില്ലാ ഭരണസമിതി ജഡ്ജിയാണെങ്കിൽ പോലും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു അനുമതി ആർക്കും കൊടുത്തിട്ടില്ല. ഈ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തോന്നിയാസം കാണിക്കാനായിട്ട് സ്വന്തമായിട്ട് അങ്ങ് ഒരു ഉത്തരവങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 8 മണിക്ക് ചുരിദാർ ഇട്ടുകൊണ്ട് സ്ത്രീകൾക്ക് കയറാമെന്ന്. ഒരിക്കലും ഞങ്ങളെ പോലുള്ള ഒരു സ്ത്രീകളോ അത് അനുവദിക്കുകയുമില്ല. ഇത് ചെയ്യുന്നത് വെറും ജനദ്രോഹമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പരിഭാവന കളയാനായിട്ട് മാത്രമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ചട്ടങ്ങൾ ചിട്ടയോടെ ചട്ടകളിൽ തൂങ്ങിടുമ്പോൾ ചട്ടത്തിൻ ചാട്ടയേറ്റു ചാട്ടം പിഴയ്ക്കുന്നു. ചട്ടങ്ങൾ ചിട്ടയോടെ ചട്ടകളിൽ തൂങ്ങിടുമ്പോൾ ചട്ടത്തിൻ ചാട്ടയേറ്റു ചാട്ടം പിഴയ്ക്കുന്നു. ഭക്തജനങ്ങളായി ചെല്ലുന്നവർക്ക് ഇന്ന് മേമുണ്ട് തന്നെ അവിടെ റെഡിയാക്കി പലരും കൊടുത്ത മുണ്ട് തേച്ച് വാടകയ്ക്ക് കൊടുക്കുക അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പാൻറ്റിട്ട് ചെല്ലുന്നവർക്ക് ഉടനെ അത് കൊടുത്തിട്ട് പോവുകയാണ്. എന്ത് ശുദ്ധിയാണ് അതിനകത്തുള്ളത്? അങ്ങനെ ശുദ്ധിയില്ലാതെ കിടക്കുന്ന പല കർമ്മങ്ങളും അവിടെയുണ്ട്. അവർ ധരിക്കുന്ന വസ്ത്രത്തെ ആധാരമാക്കി ഉള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഒരുപക്ഷെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമേ ഇന്ത്യയിൽ കാണത്തുള്ളൂ. സത്യത്തിൻ തനിമയാർന്ന വെണ്മയാരറിഞ്ഞു പാരിൽ തത്വത്തിൻ ഇനിമയാർന്ന ഉമ്മയാരറിഞ്ഞു നേരിൽ. We had dhoti. They told no need to wear dhoti, so we went like that. We didn't break any rules. ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ആർഡർ പിൻവലിക്കാമെന്നും ചുരിദാർ ധരിച്ച് പ്രവേശനം അനുവദിക്കുന്നത് താൽക്കാലികമായി ഞങ്ങൾ തടയുന്നു എന്നും ഉള്ളൊരു ആർഡർ DCP കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ചുരിദാർ ധരിച്ചുകൊണ്ട് പ്രവേശനം ഉണ്ടായതുകൊണ്ടുള്ള ശുദ്ധിക്ക് അനുഷ്ഠാന ലംഘനം, ശുദ്ധിക്ക് കുറവെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായി വലിയ നമ്മൾ ആലോചിച്ച് അതിൻ്റെ ശുദ്ധികലശവും നടത്താമെന്നും അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ. സിനിമാ തിയേറ്ററുകളിൽ ദേശീയ ഗാനം നിർബന്ധമാക്കണമെന്ന് സുപ്രീം കോടതി. കാണികൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കണമെന്നും നിർദ്ദേശം. ഇപ്പോൾ തന്നെ കേരളത്തിൽ സർക്കാർ വക KSFDC തിയേറ്ററുകളിൽ ദേശീയഗാനം പാടുന്നുണ്ട്. ദേശീയഗാനം ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടിക്കിതച്ചെത്തുന്നവരും സീറ്റ് തപ്പി നടക്കുന്നവരെയും കാണാം. ഇത് ദേശീയഗാനത്തോടുള്ള അനാദരവാണ്. എങ്ങനെ അച്ചടക്കത്തോടെ ദേശീയഗാനം ആലപിക്കാം എന്നതിന് ഈ ഗ്രാമം മാതൃകയാണ്. ദേശീയഗാനത്തോടെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നീ അങ്ങോട്ട് പോവാ? ഞാനല്ല, ആ താടിക്കാരനാണ്. നീ പെറുക്കി വെച്ചിട്ട് പോയാ മതി. സൈക്കിളും ഞാനൊന്ന് എത്തിക്കഴിച്ചു എന്നെ കാണുമ്പോ.
ഭാഗ്യവിദാത വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലജിതരംഗ गाहे तव जय गाथा जननी